ഹലോ ഗോയ്സ്, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണ്. ആളുകൾ പലപ്പോഴും പറയാറുള്ള വാക്കുകളാണിത്. അവരവരുടെ അനുഭവത്തിൻ്റെ പുറത്തുനിന്നാണ് ആളുകൾ ഇങ്ങനെ പറയാറുള്ളത്. എൻ്റെ അനുഭവത്തിൻ്റെ പുറത്തുനിന്ന് ഞാനും ഒരു സ്വർഗത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ അഹങ്കാരം ഇല്ലാതാവാൻ ജീവിതം എന്താണെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒരു അരമണിക്കൂർ പോയി നിന്നാൽ മതി. ഇത് എന്നെ പഠിപ്പിച്ച സൈറാബാനു ടീച്ചർ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്. അന്ന് ഞങ്ങൾ സൈറാബാനു ടീച്ചറെ കളിയാക്കുമായിരുന്നു. ഏത് പാഠഭാഗം എടുത്താലും അവസാനം പറഞ്ഞ് ടീച്ചർ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലെത്തും. വിധിയുടെ വിളയാട്ടം. ഒടുവിൽ ഞാനും ഇപ്പറഞ്ഞ സ്വർഗത്തിലെത്തിപ്പെട്ടു. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എത്ര ആളുകൾക്ക് റിലേറ്റഡ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ചിലരെങ്കിലും ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സും ഉള്ളൊരിടം. മനുഷ്യന്മാർ തമ്മിൽ വളരെ പെട്ടെന്ന് മാനസികമായിട്ട് അടുക്കുന്നൊരിടം. ആളുകളുടെ സങ്കടങ്ങൾ തമ്മിൽ പരസ്പരം തമാശ പറഞ്ഞ് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിവിടത്തെ മനോഹരമായൊരു കാഴ്ചയാണ്. എന്ത് പറ്റിയതാണ് എന്ന നിഷ്കളങ്കമായ ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി നിറയെ സ്നേഹമുള്ള വലിയ മനസ്സുറക്കും. അവരവരുടെ രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി മറ്റൊരാളുടെ പ്രശ്നങ്ങൾ തൻ്റേതുപോലെ കേട്ട് നിന്നിട്ട് ഒരു നെടുവേർപ്പിട്ട് എല്ലാം ശരിയാകുമെന്ന ഒറ്റ വാക്കിൽ ഒരു നുറുങ്ങ് സമാധാനം സമ്മാനിക്കും. അവരവരുടെ രോഗത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും പിന്നാലെ പായുമ്പോഴും തൊട്ടടുത്തുള്ള ആളെ സമാധാനിപ്പിക്കാനും സഹായിക്കാനും ഇവിടെ വരുന്ന ഒട്ടുമിക്ക ആളുകളും ശ്രമിക്കാറുണ്ട്. ഞാൻ ഇവിടെ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഇവിടുത്തെ വാർഡുകളിലെ ബാത്റൂമുകളുടെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. വളരെ മാന്യമായി വാതിലിൽ തട്ടി കഴിഞ്ഞോ എന്നൊരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന് പിറകിൽ അകത്തിരിക്കുന്ന ആളിൻ്റെ ജാതിയോ മതമോ, അത് സ്ത്രീയാണോ പുരുഷനാണോ ട്രാൻസ്ജെൻഡർ ആണോ, അതൊന്നും അറിയേണ്ടതില്ല. ഇല്ല എന്നാണ് അകത്തുനിന്ന് മറുപടിയെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും കൂടാതെ അക്ഷമയോടെ കാത്തിരിക്കും. സത്യത്തിൽ ഈ മനുഷ്യന്മാരൊക്കെ എന്തൊരു സമാധാനപ്രിയരാണ് അല്ലേ? രാവിലെ CH സെൻ്ററിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങാൻ ഒരേ വാർഡിലുള്ളവർ ഒന്നിച്ചു പോകുന്നതും ഉച്ചയ്ക്ക് നമ്മളെ DYFIയുടെ പൊതിച്ചോറ് വാങ്ങി കഴിക്കുമ്പോൾ തമ്മിലറിയാത്ത ആൾക്കാർ പോലും ഇഷ്ടവിഭവങ്ങൾ പരസ്പരം കൈമാറി കഴിക്കുന്നതും എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. യാത്ര പറച്ചിലുകൾ മനുഷ്യനെ എന്നും സങ്കടമുളവാക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത്ര മനോഹരമായി ഒരാൾ മറ്റൊരാളെ യാത്ര പറഞ്ഞയക്കുന്ന ഒരിടം ഭൂമിയിലില്ല. സ്നേഹത്തോടെ ഇനി ഒരിക്കലും ഇവിടെ നിന്ന് പരസ്പരം കാണാൻ ഇടവരുത്തരുതേ എന്ന പ്രത്യാശയോടെയുള്ള യാത്ര പറച്ചിലുകൾ. ഇതിനകത്തുള്ള ആളുകളുടെ പരസ്പര സ്നേഹവും സാഹോദര്യവും സഹകരണമൊക്കെ കാണുമ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നാറുണ്ട്, ഈ ലോകം മുഴുവൻ ഇതുപോലൊരു മെഡിക്കൽ കോളേജിലെ വാർഡായിരുന്നെങ്കിൽ എന്താ അടിപൊളിയായിരുന്നു. പണ്ടൊരു മഹാമാരി വന്നപ്പോൾ എല്ലാം മറന്ന് മനുഷ്യന്മാരൊന്നായില്ലേ? അതുപോലെ ഏത്